ഞാൻ ഇതിൽ ഇന്ന് കാണിക്കുന്ന സോസ് പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വളരെ ടേസ്റ്റിയേറിയ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സോസാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഗാർലിക് പേസ്റ്റ്, അതായത് തൂം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുക്കുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു മുട്ടയുടെ വെള്ള മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. 3 അല്ലി ഉള്ളൂ. ഞാനിത് തൊലി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പകുതിയാക്കിയിട്ടാണ് 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ നീരുണ്ടാവും. ഇതിലേക്കൊരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് ഉപ്പേ ചേർക്കാവൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് പേസ്റ്റ് നല്ല കട്ടിയായി മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ഗാർലിക് പേസ്റ്റിലേക്ക് നമുക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും കൂടി ചേർക്കാം. ഇതൊക്കെ ഡ്രൈഡ് ലീവ്സ് ആണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഒറിഗാനോ, ബേസിൽ ലീവ്സ് ഒന്നും നിർബന്ധമുള്ള കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതൊന്നും ഇല്ലാതെ തന്നെ ഈ സോസ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അത് രണ്ടും ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. പിസ്സ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ബർഗർ ഉണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങൾക്കിത് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. പിസ്സയ്ക്കും ബർഗറിനും സാൻഡ്വിച്ചിനും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിസ്സ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ സോസ് ഉണ്ടാക്കിയിട്ട് പിസ്സ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്